ഒരു തിന്മയെ നിങ്ങളത് തിന്മയാണെന്ന് പറയുന്നുണ്ടോ, അത്തരം ആളുകൾ സുരക്ഷിതരാണ്. പുണ്യനബി തങ്ങൾ പറയാ, നിങ്ങളതിനെ നിരോധിക്കണം, നിങ്ങളതിനെ എതിർക്കണം. ആ ഒരു കാര്യത്തെ സദാചാര ബോധത്തോടുകൂടെ ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന പോലെ തിന്മകളെ പ്രതിരോധിക്കണം. വമൻ കരിഹ ബരി, ആരെങ്കിലും ആ തിന്മയെ വിരോധിച്ചില്ല, അതിനെതിരെ ഒരു കമന്റോ ഒരു വീഡിയോയോ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തു, എനിക്കത് ഇഷ്ടമല്ല, ഈ കാണിക്കുന്നത് കോപ്രായത്തരമാണ്, ഇത് മനുഷ്യത്വമില്ലായ്മയാണ്, ഇത് സംസ്കാര ശൂന്യതയാണ്, ഇത് വിവരമില്ലായ്മയാണ്, എനിക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സുകൊണ്ട് വെറുക്കുന്നവർ ബരി, അവർ നിരപരാധികളാണ്. വലാകിൻ മൻ റദിയ വതാബ, നോക്കണേ, ആരൊക്കെ അതിനെ തംസപ്പ് കൊടുക്കുന്നുണ്ടോ, അതിനെ തൃപ്തിപ്പെടുകയും ലൈക്ക് ചെയ്യുക. റദിയ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ചെയ്യാന്ന. താബ എന്ന് പറഞ്ഞാൽ ഫോളോ, ലൈക്ക് ആൻഡ് ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കാര്യം അപകടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലൈക്കും ഫോളോ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹദീസിൽ പുണ്യനബി തങ്ങൾ ഉപയോഗിച്ച്, മൻ റദിയ വതാബ. റദിയ എന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാന്ന, താബ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഓശാനം പാടുകയും അതിനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടും അതിനെ ഫോർവേഡ് ചെയ്തിട്ടും അതിന് കമൻ്റ് ഇട്ട് കൊടുത്തിട്ടും അതിനുവേണ്ടി ചിന്താബാധ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അർപ്പിക്കേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്ലാഹു തആല കാര്യബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയുസ്തഅമലു അലൈക്കും ഉമറാഉൻ യദ്ലിമൂന അന്നാസ വയക്ദിബൂന ഫിൽ ഹദീസ്. നിങ്ങൾക്ക് നേതാക്കന്മാരായി വരാൻ പോകുന്ന ചില ആളുകളുണ്ട്. സയുസ്തഅമലു അലൈക്കും ഉമറാ, നിങ്ങളുടെ അധികാരികളായി, നിങ്ങളുടെ മേലാളന്മാരായി, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായി, നിങ്ങളുടെ നേതാക്കന്മാരായി. ഉമറാഉൻ യദ്ലിമൂന അന്നാസ്, ജനങ്ങളോട് അനീതി ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഭരണാധികാരങ്ങളിലേക്ക്, ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് വരും. വയക്ദിബൂന ഫിൽ ഹദീസ്, എന്ത് സംസാരിച്ചാലും, പത്രസമ്മേളനമാണെങ്കിലും, നിയമസഭയാണെങ്കിലും, രാജ്യസഭയാണെങ്കിലും, പാർലമെന്റ് ആണെങ്കിലും, പൊതുസമ്മേളനമാണെങ്കിലും പച്ച നുണകൾ വിളിച്ചു പറയും. അതൊന്നൊരു മടിയില്ലാത്ത കാര്യമാണ്, വലിയ അത്ഭുതമാണത്. ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുജനങ്ങളെ, ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ട ആളുകൾ ബേസ്ലെസ്, ഒരടിസ്ഥാനവുമില്ലാത്ത വർഗീയതകൾ ഇങ്ങനെ വിളിച്ചു പറയാം. ഒരു കുഴപ്പമില്ലാത്ത നാട്ടുപേരുടെ കുഴപ്പമുണ്ടെന്ന് പറയാം. യക്ദിബൂന ഫിൽ ഹദീസ്, അവരുടെ വാക്കുകളിൽ അവർ നുണ പറയും. അത്തരം ആളുകൾ നിങ്ങളുടെ മേൽ ഭരണാധികാരികളായി വരുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കഴിയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ സദ്ദഖഹും ഫീ കദിബിഹിം, അവർ പറയുന്ന നുണകൾ സത്യമാണെന്ന് വിളിച്ചു പറയാനും കൂടെ നിൽക്കാനും സന്നദ്ധത കാണിക്കുന്നവർ, ഔ ആനഹും അലാ ദുൽബിഹിം, നിരപരാധികളായ ആളുകളോട് അനീതി ചെയ്യുമ്പോൾ ആ അനീതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ, ഫലൻ യരിദ അലയ്യൽ ഹൗള്, അന്ത്യനാളിൻ്റെ വിചാരണ കഴിഞ്ഞ് ദാഹാർത്തരായി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് തൊണ്ട വറ്റി വരണ്ട്, ആ വരണ്ട മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന മൗഖിഫിൽ നിന്ന്, ഹിസാബിൻ്റെ മരുഭൂമിയിൽ നിന്ന്, ഹിസാബിൻ്റെ മൈതാനത്ത് നിന്ന് വിചാരണ കഴിഞ്ഞൊരിറ്റു വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ, എൻ്റെ ഹൗദൽ കൗസർ അല്ലാതെ കുടിക്കാൻ വേറെ വെള്ളമില്ലാത്ത ഒരു നാളാണത്. ഫലൻ യരിദ അലയ്യൽ ഹൗദ്, തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളെ പ്രതിരോധിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സാധാരണക്കാർക്ക് പോലുമുണ്ട്. ആ തിന്മകളെ പ്രതിരോധിക്കേണ്ടതിന് പകരം ആ തിന്മകൾക്ക് ഓശാന പാടുകയും ആ തിന്മകൾക്ക് കൂടെ നിൽക്കുകയും ചെയ്ത ആളുകൾ എൻ്റെ പരിശുദ്ധമായ ഹൗദുൽ കൗസറിൻ്റെ അരികത്തേക്ക് വരികയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ
ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിൻ്റെ ഹബീബിന് നഹറുൻ അതാനിഹി റബ്ബി, എൻ്റെ റബ്ബെനിക്ക് തന്ന പരിശുദ്ധമായ ഒരു നദിയാണ്, ജലാശയമാണ് ഹൗദുൽ കൗസർ. മനുഷ്യൻ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത അതിരുചികരമായ പാനീയമാണത്. അതിലെ കോപ്പകൾ ആകാശത്തെ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളമുണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ആ ദേഹത്ത് ദാഹാർത്തരായി വരുമ്പോൾ എൻ്റെ ഹൗദുൽ കൗസറിലെ വെള്ളം കൊണ്ട് ദാഹം നിങ്ങൾക്ക് ശമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനീതിക്കും നിങ്ങൾ കൂടെ നിൽക്കരുത്, ഒരനീതിയുടെ കൂടെയും നിൽക്കരുത്, ഒരു അനീതിക്ക് ഓശാന പാടരുത്, ഒരനീതി പറയുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളത് ചെയ്താൽ എൻ്റെ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ മസലി വമസലുക്കും, പ്രവാചകനായ ഞാനും എൻ്റെ അനുയായികളായ നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, തണുപ്പുള്ള ഒരു രാത്രിയിൽ ചൂട് കായാൻ വേണ്ടി കുറച്ച് മരക്കൊള്ളികൾ കൊണ്ടുവന്ന് തീ കത്തിച്ച് തീ കായുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു മനുഷ്യൻ കുറേ വിറക് കൊണ്ടുവന്ന് തീയിട്ടു. ആ തീ എന്തിനാണ്? തണുത്തു കോച്ചുന്ന ആ രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ തീയിട്ട് ചൂട് കായാൻ വേണ്ടി തീയിട്ടൊരു മനുഷ്യനെ പോലെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം. അങ്ങനെ തീ ഇങ്ങനെ കത്തി അവിടെ വെളിച്ചവും പ്രഭയും ചൂടുമായപ്പോ ഹത്താ ഇദാ അളഅത് മാ ഹൗലഹു ജഅലൽ ഫറാശു യതസാഖതു ഫീഹാ വഹാദിഹി ദവാബ്, കുറേ പാറ്റകൾ, വെളിച്ചം കണ്ടാൽ ഓടി വരുന്ന പ്രാണികൾ അതിൻ്റെ തീയിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഫജഅല യംഫീഹിന്ന ബിയദിഹി, ആ പാറ്റകളെ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. ഇവിടേക്ക് വരല്ലത് തീയാണ്, ചൂട് എന്ന് വിചാരിച്ച്. തണുത്തുറച്ച് നിൽക്കുന്ന രാവിൽ ചൂട് കായാൻ വേണ്ടി തീയിനോട് ഇഷ്ടപ്പെട്ട് ആ പാറ്റകൾ വന്ന് തീയിൽ വന്ന് വീഴുമ്പോൾ കൈകൊണ്ട് ആട്ടി മാറ്റുന്ന ആളെ പോലെയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുന്ന യഖ്തഹിമിന ഫയഖഅന ഫീഹാ, ഇങ്ങോട്ട് വരല്ലേ ഇത് തീയാണ് എന്ന് കൈകൊണ്ട് വകഞ്ഞു മാറ്റുമ്പോൾ ആ കൈയിനെ മറികടന്ന് ആ പാറ്റകൾ തീയിൻ്റെ അരികത്തേക്ക് വരികയും അവയുടെ പാവം ചിറകുകൾ കരിഞ്ഞ് ആ തീയിലേക്ക് അവകൾ വീഴുകയും ചെയ്യുകയാണ്. അലാ വ ഇന്നി മുംസികുൻ ബിഹുജസികും അനിന്നാർ, ജനങ്ങളെ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് നിങ്ങളുടെ അരയിലെ വസ്ത്രത്തിന് പിടിച്ച് നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. വഅൻതും തഫ്ലിതൂന മിൻ യദയ്യ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി നരകത്തിലേക്ക് ഓടുകയാണോ? നരകം കണ്ട ആളാണ് ഞാൻ, സ്വർഗം കണ്ട ആളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ മലകൂത്തുസ്സമാ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് എൻ്റെ പടച്ചവന് ഇഷ്ടമെന്ന് അത് പറഞ്ഞു തരാൻ വന്ന പ്രവാചകന്മാരിലെ 1,24,000 അന്ത്യപ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് കുതിരയോടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. നമ്മളോട് അരുതെന്ന് പറഞ്ഞത് ലഹരിയും മദ്യവും വ്യഭിചാരവും തോന്നിവാസങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകൊണ്ട് തൊടാനോ കാണാനോ പിടിക്കാനോ അനുഭവിക്കാനോ പാടില്ലാത്തത്. എന്തിനേ നിങ്ങൾ ഹലാലുകൾ ഒഴിവാക്കി ഹറാമിലേക്ക് പോകുന്നത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് ഈ തീ കത്തിച്ച ആളിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നബി തങ്ങൾ വന്നത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പടച്ചതമ്പുരാൻ നിങ്ങളെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഈ ലോകം വളരെ പെട്ടെന്ന് അവസാനിക്കും. അസുഖമായി, വലിയ വലിയ അസുഖങ്ങളായി, അപകടമായി, പെട്ടെന്നുള്ള മരണമായി, ജീവനൊടുങ്ങി ആയുസ് അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒരു പൊതുജീവിതത്തിൻ്റെ ആരംഭമാണ് മരണം. മരണം ഒരവസാനമല്ല, മരണം ഒരാരംഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വന്നവർ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, സ്റ്റുഡൻസിനോട് പറയുകയാണ്, പ്രായപൂർത്തിയായ മക്കളെ, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നന്നാവുകയാണെങ്കിൽ ഖൈറുൽ ലക മിൻ ഹുംറിൻ നിഅം,
ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാറ്റിനേക്കാളും വലുത്. ഒരു കുട്ടിയോട് ഇപ്പോൾ ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി മാസത്തിൽ മോനെ നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 17 Pro Max ഐഫോൺ അല്ലേ അത് വേണമെന്നായിരിക്കും പറയാം. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് 20, 35, 55 ഒക്കെ ആയിപ്പോകും. നിങ്ങൾക്കതിനേക്കാളൊക്കെ ഹൈറ് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിൻ്റെ കൂട്ടുകാരൻ ഒരു തിന്മയിൽ നിന്ന് പിന്മാറുന്നതാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു ലൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ലൈൻ പിടിച്ചിട്ട് പവർ ലൈൻ ആക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയോട് ഹറാമായൊരു ബന്ധം നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഓശാനും പാടലല്ല മക്കളെ, വേണ്ടടാ, അത് ഹറാമാണ്. നീ ഹറാമിൽ ചെന്നുപെടും. ആ പെൺകുട്ടിയുടെ ജീവിതം പോകും, നിൻ്റെ ജീവിതം അവിശുദ്ധമായി പോകും. ഒരു വിവാഹവും ഒരു നിക്കാഹവും കഴിഞ്ഞ് പടച്ചവൻ ഹലാലാക്കുന്നൊരു ബന്ധം അല്ലാഹു തരുന്നത് വരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ, ഒന്ന് പിടിച്ചു നിന്നൂടെ, നമുക്കത് വേണ്ടടാ എന്ന് തൻ്റെ കൂട്ടുകാർക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതിനേക്കാളും വലുത് നിൻ്റെ കൂട്ടുകാരൻ നിന്നെക്കൊണ്ട് നന്നാവലാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു വീട്ടിലൊരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു ജൂതൻ്റെ വീടാണത്. അവിടെ ഒരു ചെറുപ്പക്കാരൻ ജൂതൻ്റെ മകനാണ്. 10-20 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്തോ സംഭവിച്ച് ആ ചെറുപ്പക്കാരൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകുമ്പോൾ നബിതങ്ങളുടെ കൂടെയുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബിതങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്. ഇങ്ങനെ മരിക്കാൻ പോവുകയാണ്. പുണ്യനബി തങ്ങൾക്ക് തോന്നി ഇനി ചെറുപ്പക്കാരൊരിക്കലും ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കാം. കലിമ ചൊല്ലുന്നത് എന്തിന്? മരിക്കാൻ പോകുന്ന ഒരാൾ ഹബീബ് ഇത് ചെയ്യുന്നത് എന്തിനാണ്? അതൊക്കെ നിരൂപിക്കുന്ന ആളുകൾ കാണണം, അറിയണം. എന്തിന്? നബിക്ക് എന്തുപകാരമാണ് കിട്ടാൻ പോകുന്നത്? ഹബീബിന് സിന്ദാബാദ് വിളിക്കാൻ ഈ ചെറുപ്പക്കാരനെ കിട്ടോ? ഡെത്ത് ബെഡിൽ കിടക്കുകയാണ്. മരണം കൺമുമ്പിൽ കണ്ടു കിടക്കുകയാണ്. ഹബീബിന്റെ അനുയായികളിൽ എണ്ണം കൂട്ടാനാണോ ഇത്? ഒരിക്കലുമല്ല. ഹബീബിന് ഇദ്ദേഹത്തെ കിട്ടിയിട്ട് എന്തു ചെയ്യാൻ? അദ്ദേഹം മുസ്ലിം ആകുന്നതോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അദ്ദേഹത്തിന്റെ ജനാസ എടുക്കണം. കഫം പുടക്ക് പൈസ വേണം, ജനാസ ഖബർ കുഴിക്കണം, അയാളെ മറവ് ചെയ്യണം, അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം. ഈ ബാധ്യതകളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇയാളെ കൊണ്ട് ഒരു ആൾബലമുണ്ടാക്കാൻ പുണ്യനബി ചെയ്തു എന്ന് ചിന്തിക്കാൻ പോലും തരമുണ്ടോ ഇവിടെ? അത്രയും നിഷ്കളങ്കമായൊരു മുഹൂർത്തം. ആ ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹുവാണെന്നും മുഹമ്മദ് നബി അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയും മോനെ. ഇത് പറഞ്ഞപ്പോൾ ആ മോൻ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. വാപ്പ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. വാപ്പ പറഞ്ഞു, മോനെ, ഖുൽ മാ അമറക ബിഹി അബുൽ ഖാസിം. അബുൽ ഖാസിം എന്നത് റസൂലുള്ളാഹിന്റെ പേരാണ്. അബുൽ ഖാസിം തങ്ങളുടെ കുഞ്ഞത്താണ്, തങ്ങളുടെ അപരനാമമാണത്. അബുൽ ഖാസിം തങ്ങൾ പറയുന്നത് പോലെ ചെയ്തേക്ക് മോനെ, എനിക്ക് വിരോധമില്ല. ആര് പറഞ്ഞു? ജൂതനായ വാപ്പ പറഞ്ഞു. മോനെ, നീ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ആ മോൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വാങ്ക് വിളിക്കാനുള്ള സമയം പോലും ഉണ്ടായില്ല, ഒരു ഉളു എടുക്കാൻ പോലുമുള്ള നേരമുണ്ടായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബ തങ്ങൾ പറഞ്ഞു, ഖുദൂ സാഹിബക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ സ്വീകരിച്ചേക്കൂ സ്വഹാബികളെ. ആ കൂട്ടുകാരന് വേണ്ടി ഖബർ കുഴിക്കണം, ആ കൂട്ടുകാരനെ കുളിപ്പിക്കണം, ഹാനൂത്ത് സുഗന്ധം പുരട്ടണം, പുതുവസ്ത്രം അണിയിക്കണം. ആ ചെറുപ്പക്കാരനെ പള്ളിയിൽ കൊണ്ടുവന്ന് ജനാസ നിസ്കരിക്കണം, ചുമലുകളിൽ ചുമന്ന് കൊണ്ടുപോകണം. അല്ലാഹുവേ, ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ എന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. ആ ചെറുപ്പക്കാരന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഹബീബ് നിസ്കരിച്ചു, സ്വഹാബികൾ മയ്യത്ത് നിസ്കരിച്ചു. പുണ്യനബി തങ്ങളുടെ കൈകളാൽ ആ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് വെക്കുകയാണ്. എത്രയാ ചെയ്തത്? ഏതാനും മിനിറ്റുകൾ എടുത്തിട്ടില്ല ഒരു ചെറുപ്പക്കാരന് സ്വർഗം ലഭിക്കാൻ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസാന നേരം പുണ്യനബി തങ്ങളുടെ ദീനിൽ ആളക്കൂട്ടാനല്ല ഇത് ചെയ്തത്. ആ ചെറുപ്പക്കാരന് വരാൻ പോകുന്ന ലോകം എന്താണെന്ന് ബോധ്യമുള്ള പ്രവാചകർ,
ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരു സഹായം ചെയ്തതാണ്. ആ ഒരു ദൗത്യ നിർവഹണം നമ്മളെ കൊണ്ട് ആരെങ്കിലും വിശ്വാസവും നന്മയും സദാചാരബോധവും നന്മയും നീതിബോധവും സ്വത്വവും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഒരാൾ നന്നാവലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടുന്നത്, നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വരുമ്പോൾ നമ്മുടെ അയൽപക്കങ്ങളിലെ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, ഇതുവരെ നിസ്കാരത്തിൻ്റെ മധുരമറിയാത്തവർ, അവരെ ഒന്ന് കൈപിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുവരുന്നത്, അവർക്കും നിസ്കരിക്കാൻ ഒരിടം, അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരവസരം, പടച്ചവനെക്കുറിച്ച് കേൾക്കാൻ അവസരം, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒരവസരം കൊടുത്തു നോക്കി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തൗബ ചെയ്തു വരുന്ന മക്കളുടെ ഈമാൻ സാധാരണക്കാരുടെ ഈമാൻ പോലെയല്ല. തൗബ ചെയ്ത് തെറ്റുകൾ ചെയ്ത് മടുത്ത് ഇനി മതി എന്ന് പറഞ്ഞു നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ അവസരം കിട്ടിയ ആളുകൾ, ആ ആളുകളുടെ ഈമാനിൻ്റെ ഖനം സാധാരണ വിശ്വാസികളുടേതുപോലെയാവില്ല, അതിലും വലുതായിരിക്കും. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയം നൊന്ത് കരയുന്ന, പേടിച്ച് കരയുന്ന, കണ്ണുകൾ നനയുന്ന ആളുകളുടെ അടുത്ത് പോയി നിൽക്കണേ, നിങ്ങളുടെ ഈമാനിന് കരുത്തുണ്ടാകും. അവരാരാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞത്, തെറ്റുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് നന്നായി തിരിച്ചു വന്ന ആളുകൾ. അവരുടെ മനസ്സ് പെടയും, അവർ കരയും, അവർ പൊട്ടിക്കരയും. അത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നനയാൻ ഇടമാകും. ആരുടെയെങ്കിലും കണ്ണുകൾ അള്ളാഹുവിനെ പേടിച്ച് കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ പൊഴിച്ച കണ്ണുകൾക്ക് നാളെ നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റമളാനിനെ നല്ല നിലക്ക് സ്വീകരിച്ച് ആനയിച്ച് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് അടുക്കാനും പടച്ചവനെ സ്നേഹിക്കാനും അമൽ സ്വാലിഹാത്ത് ധാരാളം ദിക്റും ഖുർആൻ ഖതം തീർക്കുകയും ഒരുപാട് അദ്കാറുകൾ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും സകാത്തും സ്വതക്കയും ഇഫ്താറുകളും സംഘടിപ്പിച്ച് അള്ളാഹുലേക്ക് ധാരാളം അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു പാപമോചനം നൽകുന്ന ഉതഖാഉം മിനന്നാർ, നരകമോചനം നൽകുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.